ഒരു പരാതി കിട്ടിയതിന്റെ പേരിലാണ് ഞാൻ വന്നത്, അല്ലാതെ തന്നോടുള്ള സിമ്പതി കൊണ്ടൊന്നുമല്ല. കൃത്യസമയത്ത് തന്നെ ഇവള് പരാതി തന്നിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ചില കളികൾ നടന്നിട്ടുണ്ട്. നീ ആയിരിക്കും പരാതി തരാൻ ഇവളോട് പറഞ്ഞത്. ഞാൻ ഒരിക്കലും അത്തരം നാണംകെട്ട പരിപാടികൾ ചെയ്യാറില്ല, നിങ്ങളെ നിങ്ങളുടെ മോനെയും പോലെ. പിന്നെ നീ ഈ സമയത്ത് തന്നെ വരാനുള്ള കാരണം എന്താ? നിശ്ചയം കഴിഞ്ഞിട്ട് നിനക്ക് വരായിരുന്നല്ലോ. അത് പോരായിരുന്നോ മോളെ? പോരായിരുന്നു. അതിനു മുമ്പ് വന്നാലല്ലേ ഈ ചടങ്ങ് മുടക്കാൻ പറ്റത്തുള്ളൂ. അച്ഛാ, എന്തൊക്കെ സംഭവിച്ചാലും മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് മോതിരമാറ്റം നടത്തണം. മുത്തശ്ശന് കാര്യങ്ങൾ അറിയാലോ. ഞാൻ ഈ മോതിരമാറ്റം നടക്കുന്നതിന് മുൻപ് ഇവിടെ വന്നത് ഈ കുടുംബത്തിന്റെ അന്തസ് അറിയാവുന്നതുകൊണ്ടാ. ഞാൻ ഇവിടെ വരുന്നതിന് മുൻപേ ഇപ്പൊ എൻഗേജ്മെന്റ് നടന്നെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ അടുത്ത കുടുംബ കോടതി കൂടുമ്പോഴേ ജഡ്ജിയുടെ ചോദ്യങ്ങൾക്ക് അനി സമാധാനം പറയേണ്ടി വരും. നന്ദു, നിയമം കുറച്ചൊക്കെ എനിക്കും അറിയാം. എങ്കിൽ പറ, ഡിവോഴ്സ് കിട്ടാതെ ഇതേപോലെ മോതിരമാറ്റം നടത്താൻ പറ്റുമോ? അച്ഛാ, ഇനി ആലോചിച്ച് നിൽക്കാതെ കുട്ടികളുടെ മോതിരമാറ്റം നടത്ത്. വേണ്ട. ഇത് കേസായ സ്ഥിതിക്ക് ഇനി അനിക്ക് ഡിവോഴ്സ് കിട്ടിയിട്ട് നിശ്ചയം നടത്തിയാൽ മതി. അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നേ? നന്ദു പറഞ്ഞതിലും കാര്യമുണ്ട്. ഇവന്റെ മോൾ ഒഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ടാണ് അധികം ആളെ കൂട്ടാതെ നിശ്ചയം നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പൊ ഇവള് പോയി കംപ്ലൈന്റ് കൊടുത്തു. ഇനി നാളെ ഇത് കോടതി വരികയാണെങ്കിൽ അനിക്കത് ദോഷം ചെയ്യും. അതുകൊണ്ട് തൽക്കാലം അനിയുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ അർത്ഥത്തിലും ഇവൾ ഒഴിഞ്ഞു പോയതിനു ശേഷം കുട്ടികൾ ഒന്നിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയെങ്കിൽ നിശ്ചയമൊന്നും വേണ്ട, കല്യാണമായിട്ട് തന്നെ ചടങ്ങ് നടത്താം. എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഇനങ്ങളാ. ഇതല്ല, ഇതിനപ്പുറം ചെയ്യും. അതുകൊണ്ട് മുത്തശ്ശൻ പറഞ്ഞത് തന്നെയാണ് നല്ലത്. എന്നാ പിന്നെ നേരത്തെ അതൊക്കെ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിലേ ഇന്നീ ചെലവിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. ഇനി നീ ഇവിടെ നിന്ന് സംസാരിച്ചാൽ ഞാൻ കുറച്ച് പൈസ അങ്ങ് മുടക്കും. നിന്നെയും നിന്റെ ഭാര്യയും മകളെയും നിന്റെ വീട്ടിലിട്ട് കത്തിക്കാൻ. പോടാ, ഇറങ്ങി. മോള് കരയുന്നു നോക്ക്. മോള് വിഷമിക്കണ്ട. മോൾ ആഗ്രഹിച്ച പോലെ തന്നെ അനി മോളുടെ കഴുത്തിൽ താലി കെട്ടും. മോൾ ഈ വീട്ടില് മരുമകളായിട്ട് ഇവിടെ തന്നെ ജീവിക്കും.